ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് നൽകിയ പുനഃപരിശോധനാ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറിന്റെയും NV അഞ്ജരിയുടെയും ബെഞ്ചാണ് വാദം കേൾക്കുക. ജാമ്യം നിഷേധിച്ച ജനുവരി 5-ലെ സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ഹർജി. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, വിശദാംശങ്ങൾ. ഈ വർഷം ജനുവരി 5-നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നത്. അതായത് ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും വിധി ജാമ്യം അനുവദിക്കില്ല എന്നുള്ള വിധി ഉണ്ടായിരുന്നത്. ഈ വിധിയെ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അതേസമയം ഈ കേസിലെ മറ്റു പ്രതികൾക്കൊക്കെ തന്നെയും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇടക്കാല ജാമ്യം അടക്കം ഷർജിൽ ഇമാമിനും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിനും നൽകിയെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ജാമ്യം അനുവദിക്കുന്ന നിലപാട് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസിനടക്കം നിരവധി തവണ സുപ്രീം കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ജസ്റ്റിസുമാരായിട്ടുള്ള അരവിന്ദ് കുമാറിന്റെയും NV അഞ്ജരിയുടെയും ചേംബറിലായിരിക്കും ഈ കേസ് എത്തുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പുനഃപരിശോധന ഹർജികളൊക്കെ തന്നെയും ഓപ്പൺ കോടതിയിലല്ല പരിഗണിക്കാറുള്ളത്. പക്ഷേ ഇത് തുറന്ന കോടതിയിൽ തന്നെ പരിഗണിക്കുമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഷർജിൽ ഇമാമിനും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിനും വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേസ് എന്ന് പരിഗണിക്കും. സുപ്രീം കോടതി എന്തായിരിക്കും ഈ പുനഃപരിശോധന ഹർജിയിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഷർജിൽ ഇമാമിനെയും അതോടൊപ്പം തന്നെ ഉമർ ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി. ശരി.